ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ബൈക്ക് ചൂസ് ചെയ്യാന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ഹൗ ടു ചൂസ് യുവർ ഫസ്റ്റ് ബൈക്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടറിന് ഇഷ്ടപ്പെട്ട ബൈക്ക് മാത്രം എടുക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു സ്പോർട്സ് ബൈക്കാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ സ്പോർട്സ് ബൈക്ക് തന്നെ എടുക്കുക. അല്ലാതെ വേറെ ആരും പറയുന്നത് കേട്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു എന്നാലും ഹിമാലയ മേടിക്കുക, ഹിമാലയ അടിപൊളിയാണ് അങ്ങനെ മേടിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് മേടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ട്രീറ്റ് നേക്കഡായിരിക്കും ഇഷ്ടപ്പെടുക. അതായത് കുറച്ച് കൈ കൊടുത്ത വണ്ടി പവർ വേണം. സോ അങ്ങനെ പവറിൽ പോണ വണ്ടിയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. സോ അങ്ങനത്തെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ആ വണ്ടി തന്നെ എടുക്കുക. അല്ലാതെ പിന്നെ നിങ്ങൾക്കിപ്പോൾ ഏത് വണ്ടിയാണ് എടുക്കാൻ ചൂസ് ചെയ്യാമെന്ന് അറിയാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു വേറെ ഏതെങ്കിലും ഒരു ബൈക്ക് എപ്പോഴും ഉണ്ടെന്ന് വെച്ചോ. അതായത് ഒരു സാധാ ഒരു 150cc ബൈക്കോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് നല്ല രീതിക്ക് ഓട്ടിക്കുക. ഓക്കെ, അത് വെച്ച് ട്രിപ്പ് പോകാൻ ശ്രമിക്കുക. പിന്നെ ആ ബൈക്കിൽ ലോങ് ട്രിപ്പ് പോകാൻ ശ്രമിക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനത്തെ ബൈക്കാണ് വേണ്ടതെന്നുള്ളത്, നിങ്ങൾ എങ്ങനത്തെ ടൈപ്പാണ്. മീൻസ് നിങ്ങളൊരു ഹൈവേ ഗായാണ്, ഹൈവേ മാത്രം ഓട്ടിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതൊരു ഹൈവേ ടൂറാണ്. ഓക്കെ, അതൊരു ADV ആവാം. അല്ലെങ്കിൽ ചിലവർക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈ കൊടുത്ത് നല്ല പവറിൽ തന്നെ പോയിട്ടേ ഇരിക്കണം. മീൻസ് ടോപ്പിൻ്റെ പിടിച്ചിട്ട് പോകണം. ഫസ്റ്റ് പവർ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ബൈക്കുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്യൂക്ക് 250 അല്ലെങ്കിൽ CBR 250 ഒക്കെ ആ ഒരു കാറ്റഗറി ഒരുപാട് വണ്ടി ഫസ്റ്റ് ഗിയർ ഭയങ്കര സോഫ്റ്റ്വെയർ. ഫസ്റ്റിലെ വണ്ടി അത്ര പഞ്ചായിരിക്കില്ല. പിന്നെ നമുക്ക് ടോപ്പ് എൻഡ് കിട്ടും. സോ അങ്ങനത്തെ ബൈക്കുകൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കൈ കൊടുത്ത് പവർ തന്നെ വേണം, ഫസ്റ്റ് തന്നെ പവർ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 390 അല്ലെങ്കിൽ ഡൊമിനോറോ അങ്ങനെയുള്ള മോഡലിൽ തന്നെ നിങ്ങൾ നോക്കേണ്ടി വരും. യൂട്യൂബ് നോക്കിയിട്ടൊരു വണ്ടി ഫൈനലൈസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്യാരക്ടർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ആ വണ്ടി നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂട്യൂബ് നോക്കി കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നിങ്ങൾ യൂട്യൂബ് നോക്കിയിട്ട് ഈ വണ്ടി നല്ല രസം ലുക്ക് ഉണ്ടല്ലോ എന്നാൽ പിന്നെ ഇത് മേടിക്കുക എന്നുള്ള രീതി. മീൻസ് ലുക്ക് നോക്കി ഞാൻ പറയുന്നില്ലേ, നിങ്ങളിപ്പോൾ ഫസ്റ്റ് ബൈ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പെട്ടെന്ന് ചാടി കയറി വണ്ടി എടുത്തു, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അതിൽ നിന്ന് പഠിക്കും. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ട എന്താണ് നിങ്ങൾ ആ ബൈക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യാതിരിക്കുക. നമ്മളതൊരു ലെസണായിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ക്യാരക്ടർ ഇതാണ്. അപ്പോൾ ഇനി അടുത്തൊരു അപ്ഗ്രേഡ് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാറ്റഗറി ബൈക്കിലോട്ട് തന്നെയായിരിക്കും നമ്മൾ പോകുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പോൾ നമ്മളൊരു നല്ല പവർ പാക്കഡ് ബൈക്ക് ഉദ്ദേശിച്ചിട്ട് ഒരു ഹിമാലയനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹണ്ടറോ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ 390 ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ നിങ്ങൾ 390യുടെ വണ്ടിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നും. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ രീതിക്ക് വണ്ടി പോകണില്ലല്ലോ എന്നുള്ള രീതിക്ക് നമുക്ക് നല്ലൊരു റിഗ്രറ്റ് തോന്നും. അപ്പോൾ അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊരു V4 മേടിച്ചു. എല്ലാവരും പറഞ്ഞിട്ട് V4 നല്ല വണ്ടിയാണ് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു ടൈപ്പ് ഓഫ് ആളല്ല. അപ്പോൾ ഒരു സൂപ്പർ സ്പോർട്സ് ഓടിക്കുന്ന ടൈപ്പ് അല്ല. നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ എപ്പോൾ ഓടിക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു ഇതൊന്നും തോന്നുന്നത് വണ്ടി ഇങ്ങനെ അല്ലാത്തെന്നുള്ള രീതിക്ക് തോന്നും. ഓക്കെ, സോ നിങ്ങളുടെ ഇഷ്ടമാണ് അൾട്ടിമേറ്റ്. നിങ്ങളത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ഇഷ്ടം മറ്റുള്ളവരുടെ ഇഷ്ടം. നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ട് ഇതെടുത്താൽ മതി അതെടുത്താൽ മതി എന്നുള്ള രീതിക്ക് ചോദിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മേടിക്കുന്ന അവരുടെ ഇഷ്ടമാണ്, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടമല്ലല്ലോ. എൻ്റെ കോളേജ് ടൈംസിലൊന്നും നമുക്ക് വണ്ടിയില്ല. നമുക്ക് വീട്ടിലൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, ഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഒരു ഡിഗ്രി കഴിഞ്ഞ് ഈ ബൈക്ക് എടുക്കുന്നവരെ ഞാൻ ഓടിക്കുന്ന വണ്ടി അതായിരുന്നു. അപ്പോൾ കൊച്ചിയിലോട്ട് കൊണ്ടുവന്നതാണെങ്കിലും എൻ്റെ ഡെയിലി ഡ്രൈവർ എല്ലാ വണ്ടിയായിരുന്നു.
അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്ട്രീം ഓട്ടിച്ചിട്ടാണ് നമ്മൾ അടുത്തൊരു അപ്ഗ്രേഡിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ സ്കൂട്ടി ഡിയോ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ വേണമെന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. മീൻസ് അതിൻ്റെ മാക്സിമം എപ്പോഴും ഞങ്ങൾ ഹൈവേയിൽ വരുന്ന സമയത്ത് ഒരു 70-80 പിടിച്ച് വരും. അപ്പോൾ നമുക്കൊരു 80-ലൊരു കംഫേർട്ട് വേണമെന്നായിരുന്നു ഒരു ആഗ്രഹം. 80-ലോ 90-ലോ ഒരു കംഫേർട്ട് കിട്ടണമെന്നായിരുന്നു. നമുക്ക് ഡിയോയിലൊന്നും 80-ലൊന്നും പോകാനൊന്നും പറ്റില്ല. മീൻസ് അതൊരു അത്ര അങ്ങനെ പിടിച്ചൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അത് ബ്രേക്സ് ഒന്നും ഇല്ല, സ്കൂട്ടറല്ലേ. പിന്നെ അതിൽ ഫോട്ടോൾസിൽ വീഴുന്ന സമയത്ത് നമുക്ക് വണ്ടി കൺട്രോൾ കിട്ടില്ല, ചെറിയ വീലാണ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ തന്നെ, ഞാനും പുള്ളിക്കാരിയാണെങ്കിലും ഞങ്ങൾ ഒരുപാട് അതിൽ തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പാലക്കാട് ടു കൊച്ചി വീക്കെൻഡ്സിൽ മിക്കവാറും പോയി വരും. പിന്നെ ഞാനും ഫ്രണ്ടുമായിട്ട് വാൾപ്പാറ അതിരപ്പള്ളി പോയിട്ടുണ്ട്. പിന്നെ കൊച്ചിയിൽ ഇവിടെ ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും കറങ്ങാൻ പോയിട്ട്, പിന്നെ കോയമ്പത്തൂർ, പിന്നെ മീൻസ് അങ്ങനെ എല്ലാവിടേക്കും നമുക്ക് പോകുന്ന സമയത്ത് എൻ്റെ മെയിൻ യൂസേജ് വരുന്നത് ഈ ഹൈവേസിലും വരുന്നുണ്ട്. ഹൈവേസിലാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ പില്ലേനുണ്ട്, ലഗേജ് ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഇത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയും നമ്മുടെ പർപ്പസും നോക്കിയപ്പോൾ ഇതൊക്കെയാണ് പറ്റുന്നത്. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കുക. മീൻസ് കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ നോക്കുക, കാറ്റഗറൈസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ ക്യാരക്ടറും ഏതാണെന്നുള്ളത് നോക്കിയിട്ടൊരു വണ്ടി എടുക്കുക. അല്ലാതെ അതിൽ വേറെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഇപ്പം നിങ്ങളൊരു വണ്ടി മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്കതൊന്ന് ലേൺ ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത അപ്ഗ്രേഡ് അടിപൊളി ഒരു വണ്ടി എടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ നമ്മൾ ടെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് മോട്ടോർ സൈക്കിൾ നമ്മൾ ടൂറിങ് അത് നമ്മൾ ചെയ്ത് ഏത് വണ്ടിയും നമുക്ക് ടൂർ ചെയ്യാം. അപ്പോൾ നമ്മൾ അതൊന്ന് ചെയ്ത് ഒരു ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെല്ലാം ഓക്കെ ആയിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം എന്തെങ്കിലും കുറവ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കത് അപ്പോഴാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇത് കുഴപ്പമില്ല എന്നുള്ള എൻ്റെ ബെസ്റ്റ് വീഡിയോ എന്നുള്ള രീതിക്കാണ് ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യുക. ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് നോക്കുന്നുണ്ട് പഴയതിനെ വെച്ചിട്ട്. സോ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്യാൻ പോകണം. ഓക്കെ, ബൈ.